രാജ്യാന്തര ചരക്ക് കവാടമാകാനൊരുങ്ങി വിഴിഞ്ഞം. ഈ വരുന്ന ഓഗസ്റ്റ് 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി സേവനങ്ങളിലേക്ക് ആരംഭിക്കാൻ തയ്യാറായിരിക്കുകയാണ് തുറമുഖം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. കേരളത്തിന്റെ സമുദ്ര വ്യാപാര ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി അഥവാ എക്സിം സേവനങ്ങളിലേക്ക് കടക്കുന്നു. ഇതുവരെ പ്രധാനമായ ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങൾ മാത്രം നടന്നിരുന്ന തുറമുഖത്ത് ഓഗസ്റ്റ് 18 മുതൽ രാജ്യാന്തര ചരക്കുകൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന എക്സിം സേവനങ്ങൾ ആരംഭിക്കും. ഇതോടെ വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാന രാജ്യാന്തര ചരക്ക് കവാടങ്ങളിലൊന്നായി മാറുന്ന നിർണായക ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എക്സിം സേവനങ്ങളുടെ ഔപചാരിക തുടക്കമായി ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ ദീർഘകാല സമുദ്ര വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും വേദിയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് വെറും 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതിലൂടെ വിഴിഞ്ഞം ലോകശ്രദ്ധ നേടിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകൾക്ക് സുരക്ഷിതമായി സേവനം നൽകാൻ കഴിയുന്ന തുറമുഖമെന്ന നിലയിലും വിഴിഞ്ഞം ഇതിനകം തന്നെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ആഴക്കടലിന്റെ സ്വാഭാവിക സൗകര്യവും അത്യാധുനിക ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളും ഈ തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തു പകരുകയാണ്. എക്സിം സേവനങ്ങൾ ആരംഭിക്കുന്നതോടെ കേരളത്തിലെ വ്യവസായികൾക്കും കയറ്റുമതിക്കാർക്കും വലിയ നേട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതുവരെ വിദേശ തുറമുഖങ്ങളെ ആശ്രയിച്ചോ രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലൂടെ ചരക്കുകൾ കൈമാറിയോ നടത്തിയിരുന്ന കയറ്റുമതി ഇറക്കുമതി നടപടികൾ ഇനി വിഴിഞ്ഞം വഴിയും സാധ്യമാകും. ഇതിലൂടെ ചരക്ക് ഗതാഗത ചെലവ് കുറയുകയും ചരക്കുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നതിന് വേണ്ട സമയം ചുരുങ്ങുകയും ചെയ്യും. വിതരണ ശൃംഖല കൂടുതൽ കാര്യക്ഷമമാകുന്നതോടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത ലഭിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതോടൊപ്പം പുതിയ വ്യവസായ നിക്ഷേപങ്ങൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, വെയർഹൌസിംഗ് പദ്ധതികൾ, അനുബന്ധ സേവന മേഖലകൾ എന്നിവയിലും വൻ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. എക്സിം സേവനങ്ങളുടെ തുടക്കം സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയിലെ പ്രധാന നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ് ശൃംഖല, നിർമ്മാണ മേഖല, ഉൾനാടൻ ജലഗതാഗതം, മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്നിവയെ ഏകോപിപ്പിച്ച് കേരളത്തെ രാജ്യത്തെ പ്രധാന മാരിടൈം ലോജിസ്റ്റിക്സ് കേന്ദ്രമാക്കി ഉയർത്തുകയാണ് മിഷൻ സമുദ്രയുടെ ലക്ഷ്യം. വിഴിഞ്ഞം തുറമുഖത്തെ കേന്ദ്രീകരിച്ച് വ്യവസായ മേഖലകൾ വികസിപ്പിക്കുന്നതിനും കയറ്റുമതി അധിഷ്ഠിത ഉൽപാദന കേന്ദ്രങ്ങൾ വളർത്തുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മിഷൻ സമുദ്ര വഴിയൊരുക്കുമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. മിഷൻ സമുദ്ര പദ്ധതിക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തന വിപുലീകരണം. ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ദക്ഷിണേഷ്യയിലെ ആദ്യ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖവുമായ വിഴിഞ്ഞം എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും ഒരുപോലെ സേവനം നൽകുന്ന തുറമുഖമായാണ് പ്രവർത്തനം തുടരുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത പാതയ്ക്ക് തൊട്ടടുത്തുള്ള ഭൗമശാസ്ത്രപരമായ സ്ഥാനം വിഴിഞ്ഞത്തിന് വലിയ മത്സര മികവ് നൽകുന്ന ഘടകമാണ്. ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങളിൽ ഇതിനകം തന്നെ ശ്രദ്ധേയ നേട്ടം കൈവരിച്ച വിഴിഞ്ഞം ഇപ്പോൾ സമ്പൂർണ്ണ എക്സിം സേവനങ്ങളിലേക്കും കടക്കുന്നതോടെ ഇന്ത്യയുടെ സമുദ്ര വ്യാപാര രംഗം കൂടുതൽ വളർച്ച നേടുമെന്ന പ്രതീക്ഷ ശക്തമാണ്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വ്യവസായ വികസനത്തിനും ആഗോള വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതിനും ഈ നീക്കം വലിയ കരുത്തു പകരുമെന്നതിൽ സംശയമില്ല. വാർത്തയുടെ നിറം തേടി തനിനിറം.